ഹരി ഓം. 76-ാമത്തെ സ്തുതി ദിഗ്വിജയം യുധിഷ്ഠിരസ്തുതി. ഇത് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധം 72-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ. ശ്രീരാമ അവതാര കാലത്ത് സ്വയം രാജസൂയ ചെയ്യണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. അന്ന് ഭരതനോടും ലക്ഷ്മണനോടും അതിനെപ്പറ്റി പറഞ്ഞു. ഭരതൻ ഒട്ടും പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ആ ആഗ്രഹം ഒഴിവാക്കണമെന്ന് വരെ ഭരതൻ അപേക്ഷിച്ചു. ഇത് വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 83-ാം സർഗത്തിൽ കാണാം. ആ ശ്രീരാമൻ ആ ആഗ്രഹം ഒഴിവാക്കി. ദ്വാപര യുഗ അവസാനത്തിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണനായി വന്ന് തൻ്റെ ഭക്തനായ യുധിഷ്ഠിരനെ രാജസൂയം ചെയ്യാൻ പ്രോത്സാഹനം നൽകി. ഒരു ദിവസം ഇന്ദ്രപ്രസ്ഥ സഭയിൽ സഭാധ്യക്ഷനായിരിക്കുന്ന യുധിഷ്ഠിരൻ സഹോദരരും ആചാര്യരും ബന്ധുക്കളും കുലവൃദ്ധരും ഒക്കെ കേട്ടിരിക്കെ ശ്രീഹരിയോട് പറഞ്ഞു, ഭഗവാനെ ശ്രേഷ്ഠമായ രാജസൂയം ഞാൻ യജിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അത് നിർവിഘ്നമായി നടത്തിത്തരണം. നമുക്ക് യുധിഷ്ഠിര സ്തുതി കേൾക്കാം. യുധിഷ്ഠിര ഉവാച കൃതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനി യക്ഷേ വിഭൂതിർഭവതസ്തൽ സമ്പാദയന പ്രഭോ ത്വത്പാദുകേ അവിരതം പരിയേ ചരന്തി ധ്യായന്ത്യഭദ്രനശനേ ശുചയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭ ഭവാപവർഗമാശാസതേ യദി തമാശിഷൈശനാന്യേ തദ്ദേവദേവ ഭവദച്ചരണാരവിന്ദ സേവാനുഭാവമിഹ പശ്യതു ലോകയേഷഃ യേ ത്വാം ഭജന്തി ന ഭജന്ത്യുതവോഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ കുരു സൃഞ്ജയാനാം ന ബ്രഹ്മണസ്വപരഭേദമതിസ്തവ സ്യാദ് സർവാത്മനഃ സമദൃശസ്വസുഖാനുഭൂതേഃ സംസേവതാം സുരതരോരിവ തേ പ്രസാദ സേവാനുരൂപമുദയോ ന വിപര്യയോത്ര. ഭഗവാൻ പറഞ്ഞു, ശത്രുനാശന ഈ ശ്രമം യുക്തമാണ്. ഇതിനാൽ അങ്ങയുടെ കീർത്തി വർദ്ധിക്കും. ഈ മഹായാഗം സർവഭൂതജാലത്തിനും പ്രിയങ്കരമാണ്. എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് പദാർത്ഥങ്ങളെല്ലാം സംഭരിച്ച് യജ്ഞം നടത്തിക്കൊള്ളുക. എൻ്റെ ആശ്രിതരെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല, തോൽപ്പിക്കുകയുമില്ല. ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞതു കേട്ട് യുധിഷ്ഠിരൻ സഹോദരരെ 4 പേരെയും ദിഗ്വിജയത്തിനയച്ചു. അതാത് ദിക്കിലുള്ള രാജാക്കന്മാരെ എല്ലാം ജയിച്ച് അനവധി ധനം അവർ രാജാവിന് കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ ജരാസന്ധൻ കപ്പം കൊടുക്കാതെ എതിരിട്ടു നിന്നു. ഈ വിവരം യുധിഷ്ഠിരനെ വിഷമിപ്പിച്ചു. ഭഗവാൻ സമാധാനിപ്പിച്ചു. അതിന് ഉദ്ധവർ പറഞ്ഞ ഉപായം സ്വീകരിച്ച് ഭഗവാനും ഭീമനും അർജുനനും ബ്രാഹ്മണപ്രിയനായ ജരാസന്ധൻ്റെ ഗിരിവൃജത്തിലെത്തി. അവർ ആരാണെന്നും ആവശ്യമെന്താണെന്നും ജരാസന്ധൻ ചോദിച്ചു. ഞങ്ങൾ ദൂരത്തു നിന്നും വരുന്നവരാണ്. ഞങ്ങൾ ആശിക്കുന്നത് അങ്ങ് തരണം. എന്നാൽ ഭവാന് ശുഭം വരും. അങ്ങേക്ക് ഹരിചന്ദ്രൻ, ശിബി തുടങ്ങിയവരുടേതുപോലെയുള്ള കീർത്തി ലഭിക്കും. ഇവർക്ക് ഞാൻ തഴമ്പുകൾ കാണുന്നു. ഇവർ ബ്രാഹ്മണരല്ല, ക്ഷത്രിയരാണ്. എന്നാലും ഇവർ ആവശ്യപ്പെട്ടാൽ പ്രാണനായാലും ഞാൻ കൊടുക്കാൻ മടിക്കില്ല. ഇങ്ങനെ ചിന്തിച്ച് ജരാസന്ധൻ പറഞ്ഞു, വിപ്രരെ, എന്താണ് ആഗ്രഹം? വരിക്കുക, എൻ്റെ തല പോലും തരാൻ ഞാൻ മടിക്കില്ല. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ദ്വന്ദ്വയുദ്ധം തരണം. യുദ്ധം ആഗ്രഹിച്ചാണ് ഞങ്ങൾ വന്നത്. ഇവൻ ഭീമൻ, ഇവൻ അർജുനൻ, ഞാൻ ഇവരുടെ മാതുലപുത്രൻ, നിന്റെ ശത്രുവായ കൃഷ്ണൻ. ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ജരാസന്ധൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാകട്ടെ. യുദ്ധത്തിൽ പേടിച്ചോടുന്ന നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല. ശക്തി കുറഞ്ഞ അർജുനൻ
വയസ്സിന് എളുപ്പമുള്ളവനാണ്. ഭീമൻ സമബലമുള്ളവനാണ്, അവനോട് യുദ്ധം ചെയ്യാം. ഉടനെ 2 ഗദകൾ കൊണ്ടുവന്ന് ഒന്ന് ഭീമനു കൊടുത്തു. യുദ്ധക്കളത്തിൽ ചെന്ന് യുദ്ധം തുടങ്ങി. രാത്രി യുദ്ധം നിർത്തി അവർ വിശ്രമിക്കും, പകൽ യുദ്ധം തുടരും. അങ്ങനെ ഭയങ്കരമായ ഗദായുദ്ധം 27 ദിവസം കഴിഞ്ഞപ്പോൾ ഭീമസേനൻ തളർന്നു. 28-ാം ദിവസം യുദ്ധത്തിന് വന്ന ഭീമനെ ഭഗവാൻ നല്ലവണ്ണം പോഷിപ്പിച്ചു. യുദ്ധം മുറുകി വന്ന സമയത്ത് ശത്രുവിൻ്റെ ജന്മവൃത്താന്തമറിയുന്ന ഭഗവാൻ ഒരു അടയാളം കാണിച്ചു കൊടുത്തു. ഒരു മരച്ചില്ലെടുത്ത് 2ആയി കീറി 2 ഭാഗത്തേക്കുമായി വലിച്ചെറിഞ്ഞു. ഈ ഉപായം ഭീമൻ മനസ്സിലാക്കി. ജരാസന്ധൻ്റെ പാദങ്ങൾ 2ഉം കൈക്കലാക്കി ഒരു പാദത്തിൽ ചവിട്ടിപ്പിടിച്ച് മറ്റേ കാൽ പിടിച്ച് പന ചീന്തുന്നതുപോലെ വലിച്ചു കീറി. അങ്ങനെ ആ ശരീരം 2 ഭാഗമാക്കി 2 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. കൃഷ്ണനും അർജുനനും ഭീമനെ ആലിംഗനം ചെയ്തു. ജരാസന്ധപുത്രനായ സഹദേവനെ മഗധ രാജാവായി അഭിഷേകം ചെയ്തു. ജരാസന്ധൻ കാരാഗ്രഹത്തിൽ ബദ്ധരാക്കിയ രാജാക്കന്മാരെ ഭഗവാൻ മോചിപ്പിച്ചു. ഗദായുദ്ധത്തിൽ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നൊരഹന്ത ഭീമസേനൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ജരാസന്ധൻ്റെ അടിയേറ്റ് ആ അഹങ്കാരം തീർന്നു. തൻ്റെ കഴിവുകേട് ഭഗവാനോട് തുറന്നു പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ കാരുണ്യം വന്നപ്പോൾ അസാധ്യമെന്ന് കരുതിയതും ഭീമന് സാധ്യമായി. ഇതെല്ലാം ഭാവനയിൽ കണ്ടറിഞ്ഞാണ് ഉദ്ധവർ ദ്വാരകയിൽ വെച്ച് ഭഗവാനോട് പറഞ്ഞത്, അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ഭീമസേനന് ജരാസന്ധനെ വധിക്കാൻ കഴിയും എന്ന്. പിന്നെ ജയസൂചനയായി ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി അവർ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ.